കേരള സർവകലാശാലയിൽ പോര് മുറുകുകയാണ്. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC സിസ തോമസിന് അതൃപ്തിയുണ്ട്. രാവിലെ സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാർ അനിൽകുമാർ നാടിന്റെ സ്വത്താണ് സർവകലാശാലയെന്ന് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അത്ര ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. അദ്ദേഹത്തെ രജിസ്ട്രാറായി വീണ്ടും നിയമിച്ചത്. രജിസ്ട്രാർ ചുമതലയേൽക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ വൈസ് ചാൻസലർ സിസ തോമസിന് അതൃപ്തിയുണ്ട്. സിസ തോമസ് ആ യോഗത്തിൽ നിന്ന് പോയതിനു ശേഷം ജോയിന്റ് രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുത്തതിലും വൈസ് ചാൻസലർക്ക് അതൃപ്തിയുണ്ട്. ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. എന്നാൽ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ വിശദീകരണം നൽകുന്നത് വൈകും. ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പോകുവാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ രജിസ്ട്രാർക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞത്. കാരണം കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ പ്രതികരണം ഇല്ല എന്ന് ഷിജു ഖാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് തന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. കേരള സർവകലാശാലയിൽ താൽക്കാലിക VC സിസ തോമസ് ഒരു വശത്തും മറുവശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇതിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത്. ഇന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തുകയും ചെയ്തു. ഇതിൽ വലിയ അതൃപ്തിയിലാണ് താൽക്കാലിക VC ആയ സിസ തോമസ്. അതേസമയത്ത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഈ വിഷയം വരുന്നത്. രജിസ്ട്രാർ അനിൽകുമാർ നേരത്തെ നൽകിയിരുന്ന ഹർജി ഇപ്പോൾ സസ്പെൻഷൻ റദ്ദായ സാഹചര്യത്തിൽ പിൻവലിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യം കോടതിയെ രജിസ്ട്രാർ അറിയിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് കോടതി നടപടികളുടെ വിവരങ്ങളുമായിട്ട് ആജ്ഞ രവീന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ഡാൻ, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണല്ലോ കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ KS അനിൽകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായത് ഭാരതാംബ വിഷയത്തിലെടുത്ത നിലപാടിന്റെ പേരിലാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക്, ഇപ്പോൾ സർവകലാശാല ചട്ടങ്ങൾ പരിഗണിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കോടതി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും സിൻഡിക്കേറ്റിന്റെ പ്രതീക്ഷ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റിന്റെ നടപടി കോടതി അംഗീകരിക്കും എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിപ്പോൾ സസ്പെൻഷനിലല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KS അനിൽകുമാർ കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ പോകുന്നു, അതായത് ഹർജി പിൻവലിക്കാൻ പോകുന്നത്. മഞ്ജുഷ്, വൈസ് ചാൻസലർ സാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് ഇന്നലെ ഈ വൈസ് ചാൻസലർ സിസ തോമസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷവും ഈ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെതിരെയാണ് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സിസ തോമസ് തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അവർ ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം വൈകുന്നേരം 4 മണിയോടെ രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അതിലാണ് ജോയിന്റ് രജിസ്ട്രാറോട് VC വിശദീകരണം തേടിയത്. പക്ഷേ ഈ വിശദീകരണം നൽകാൻ തയ്യാറാകാതെ അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കം, 14 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കം ജോയിന്റ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ കോടതി ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനമാകും ഇനി നിർണായകമായി മാറുക. എന്തായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് കടക്കാതെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണം
പ്രതികരണങ്ങളിലേക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഒരു വശത്ത് മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വശത്ത് വൈസ് ചാൻസലർ, മറുവശത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. നാടകീയമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സമാനമായ സ്ഥിതിവിശേഷം ഇന്നും ഉണ്ടാകാനാണ് സാധ്യത. 11 മണിക്ക് ശേഷം ഇവിടേക്ക് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് എത്തിയേക്കും. SFIയുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയിലാണ് സർവകലാശാല ആസ്ഥാനവും പരിസരവും. ഡാൻ, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ മോഹനൻ കുന്നുമ്മേൽ വൈസ് ചാൻസലറായ സമയത്ത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരുന്നുവല്ലോ. ആ രീതിയിൽ ഇപ്പോൾ സിസ തോമസ് താൽക്കാലിക VC ആയിട്ട് ചുമതല ഏറ്റെടുത്തതോടുകൂടി അവരും അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുമോ? അങ്ങനെയുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതിനു ശേഷം വൈസ് ചാൻസലർ വീണ്ടും ഇടപെടാൻ പോകുന്നു എന്നൊരു സൂചന വരുന്നുണ്ടോ? മഞ്ജുഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടെ വരികയാണ്. ഈ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വൈസ് ചാൻസലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് രാജ്ഭവനിൽ നിന്ന് വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണല്ലോ പോകുന്നത്. ഡാൻ, റിപ്പോർട്ട് ഗവർണർ തേടിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഇന്നലെ നടന്ന നാടകീയ രംഗങ്ങളിലാണ് ഇപ്പോൾ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം കൂടാനിടയായ സാഹചര്യവും വൈസ് ചാൻസലർ ഇല്ലാത്ത സമയത്ത് സിൻഡിക്കേറ്റ് യോഗം കൂടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതും ഇക്കാര്യം വിശദീകരിക്കണം എന്നാണല്ലോ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ VC മോഹനൻ കുന്നുമ്മേൽ നടത്തിയ അതേ നടപടിക്രമം തന്നെ ആവർത്തിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകാൻ പോകുന്നത് സിൻഡിക്കേറ്റ് യോഗം നിയമവിരുദ്ധമായിരുന്നു എന്നാണല്ലോ. അത് തന്നെ, അതായത് നിയമസാധുത ഇല്ലാതെയാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. തന്റെ അസാന്നിധ്യത്തിൽ താൻ അധ്യക്ഷത വഹിച്ച് അവിടെ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷം വീണ്ടും അവിടെ കൂടി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ നിയമസാധുത ഇല്ലാതെ രാഷ്ട്രീയ താൽപര്യങ്ങളോടെ മാത്രമാണ് എന്ന നിലപാട് ഡോക്ടർ സിസ തോമസ് ഗവർണറെ, ചാൻസലർ കൂടിയായ ഗവർണറെ നേരിട്ട് അറിയിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത്യന്തം നാടകീയമായ ആ രംഗങ്ങളിലേക്ക് സർവകലാശാല ആസ്ഥാനത്തെ ഭാരതാംബ വിവാദം വഴിമാറുന്നുവെന്ന് വേണം പറയാൻ. ഗവർണർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുക്കുന്ന തുടർ നീക്കങ്ങൾ എന്താകും എന്നതും രാഷ്ട്രീയ കേരളം ഉദ്വേഗത്തോടെ നോക്കിക്കാണുകയാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വരുന്നതിന് മുമ്പ് ഗവർണർ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നതോടെ ഏത് തരത്തിലായിരിക്കും ഇനി ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. ഗവർണറുടെ അറിവോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജ്ഭവനിലേക്ക് സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി ഇടത് യുവജന സംഘടനകൾ എത്തുന്ന സാഹചര്യമുണ്ടായത്. അത് കൃത്യമായി ശരിവെക്കുന്ന തരത്തിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുമ്പോൾ ഇത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കുകയാണ്. അതായത് ഗവർണർ എടുക്കുന്ന നിലപാട് VCക്ക് അനുകൂലമായിട്ടായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും എന്ത് തുടർ നീക്കങ്ങളായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഇനി ചർച്ചയായി മാറാൻ പോകുന്നത്. അതീവ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വീണ്ടും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ. കേരള സർവകലാശാലയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക VC ആയ സിസ തോമസിനോടാണ് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗം ഏത് സാഹചര്യത്തിലായിരുന്നു, എന്താണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനിടയായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നാണ് വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിനെതിരായ ഒരു റിപ്പോർട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് നൽകുവാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോകുവാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഭാരതാംബ വിഷയം മാത്രമേ ഇക്കാര്യത്തിൽ ഈ കേസിൽ ഹൈക്കോടതി പരിഗണിച്ചിരുന്നുള്ളൂ. അതിൽ രജിസ്ട്രാർക്ക് വിമർശനവും കിട്ടിയിരുന്നതാണ്. ഇന്ന് രജിസ്ട്രാർ കോടതിയിൽ തന്റെ ഹർജി പിൻവലിക്കുവാൻ പോവുകയാണോ? അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? താൻ സസ്പെൻഷനിലല്ല ഇപ്പോൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് രജിസ്ട്രാറുടെ നീക്കം ഇന്ന് കോടതിയിൽ താൻ സസ്പെൻഷനെതിരെ നൽകിയിരുന്ന ഹർജിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ അത് ആ ഹർജി പിൻവലിക്കാനായിരുന്നു
അനിൽകുമാർ നീക്കമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവർണർ അതിൽ കൂടുതൽ വിശദീകരണം തേടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും കൂടുതൽ ഇടപെടൽ ഉണ്ടായേക്കാം. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഭാരതാംബയെ കാവ്യവസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചതിനാണ് രജിസ്ട്രാർക്ക് ഹർജിക്കാരന് കടുത്ത വിമർശനം കോടതിയിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. ഏത് മതചിഹ്നമാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷനായിട്ടായിരുന്നു, മറുപടിയായിട്ടായിരുന്നു കാവ്യവസ്ത്രം ചുറ്റിയ ഒരു സ്ത്രീ എന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ കോടതി അതിരൂക്ഷമായ വിമർശനമാണ് ഹർജിക്കാരനെതിരെ ഉന്നയിച്ചത്. അത് മാത്രമല്ല, ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഈ സസ്പെൻഷൻ ഓർഡർ സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ നീക്കം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. അതുണ്ടായില്ല. അത് ഇന്നത്തേക്ക് പരിഗണിക്കാൻ വീണ്ടും കോടതി മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചേർന്ന് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നത്. നേരത്തെ തന്നെ VC-ക്ക് ഇങ്ങനെ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യാൻ അനുമതിയില്ല, അധികാരമില്ല, അത് VC-യുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ ഉയർന്നത് വിമർശനവും. അത് സിൻഡിക്കേറ്റ് തീരുമാനമാണ്, സിൻഡിക്കേറ്റ് തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്ന വാദം അങ്ങനെ തന്നെയായിരുന്നു. സിൻഡിക്കേറ്റിനാണ് അതിന് കൂടുതൽ അധികാരമുള്ളത്. ആ അധികാരം ഉപയോഗിച്ചാണ് സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം VC-യുടെ അസാന്നിധ്യത്തിൽ തന്നെയാണ് താൽക്കാലിക VC സിസ തോമസിന്റെ ആബ്സൻസിൽ തന്നെയാണ് ഈ പറയുന്ന യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷേ എപ്പോഴാണ് ഹർജി പരിഗണിക്കാൻ പോകുന്നത്? സമയം അറിയാമോ? എപ്പോൾ ഹർജി പരിഗണിക്കും? മഞ്ജുഷ, കോടതി 6A 14ാമത്തെ കേസായിട്ടാണ് അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപേ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 4 കേസൊക്കെ ഇപ്പോൾ പരിഗണിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുൻപേ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ ശരി, അല്പസമയം കൂടിയുണ്ട്. എന്തായാലും 2 മണിക്കൂർ സമയമെങ്കിലും ഉണ്ട് കോടതി ഈ കേസ് പരിഗണിക്കാൻ. ഡാൻ, അപ്പോൾ അതിനിടയിൽ തന്നെ അടിയന്തരമായ റിപ്പോർട്ട് നൽകുവാൻ വൈസ് ചാൻസലർക്ക് തടസ്സമില്ല. ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ട് വൈസ് ചാൻസലർക്ക് അറിയാവുന്നതാണ്. നേരിട്ട് റിപ്പോർട്ട് നൽകുവാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കോടതി ഈ കേസ് പരിഗണിക്കാൻ പോകുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും നാടകീയതയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലോ. ഒരു പക്ഷേ രജിസ്ട്രാർ വീണ്ടും സസ്പെൻഷനിൽ പോകുവാനുള്ള സാധ്യതയും. ആ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം തിരക്കിട്ട നീക്കങ്ങളാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് നിയമസാധുത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണർക്ക് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ തന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം നിയമസാധുത ഉള്ളതല്ല, അത് അംഗീകരിക്കാനാവില്ല എന്ന കാര്യമായിരിക്കാം വൈസ് ചാൻസലർ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുക. മാത്രവുമല്ല, ജോയിന്റ് രജിസ്ട്രാറോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ട് ആ റിപ്പോർട്ട് നൽകാൻ തയ്യാറായിട്ടില്ല, പകരം അവധി അപേക്ഷയ്ക്ക് ശ്രമിക്കുകയാണ് ചെയ്തതെന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എടുക്കുന്ന തുടർ തീരുമാനം നിർണായകമായി മാറും. അവിടെയാണ് കോടതിയുടെ വിധി വരാൻ ഏതാണ്ട് 2 മണിക്കൂർ സമയമെടുക്കുമ്പോൾ ആ 2 മണിക്കൂർ വിലപ്പെട്ട സമയത്തിനിടയിൽ ഗവർണർക്ക് വൈസ് ചാൻസലർ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഗവർണർ ഈ വിഷയത്തിൽ ഏതെങ്കിലും തുടർ നീക്കങ്ങൾ ഈ 2 മണിക്കൂറിനുള്ളിൽ എടുക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായി മാറുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണ കേസ് ആദ്യ ദിവസം പരിഗണിച്ചപ്പോൾ ഭാരതാംബ മാത്രമായിരുന്നു ചർച്ചാ വിഷയമായതും. അതുമാത്രമല്ല, ജസ്റ്റിസ് നഗരേഷ് അതിരൂക്ഷമായ രീതിയിലാണ് ഇക്കാര്യത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ വിമർശിച്ചത്. ആ സമയത്ത് ഇടത് സംഘടനകളുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പല പ്രമുഖരുടെയും ചില നിലപാടുണ്ടായിരുന്നു. ജഡ്ജി ഇക്കാര്യത്തിൽ ഭാരതാംബ വിഷയം മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നു എന്നൊക്കെ വരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അപ്പോൾ അതിനിർണായകമായ ഒരു കേസായിട്ട് മാറുകയാണല്ലോ. ഈ വൈസ് ചാൻസലർ ഏത് രീതിയിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്, എങ്ങനെയാണ് രജിസ്ട്രാർക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം ഉണ്ടായത്, ഇതൊന്നും ഇതുവരെ കോടതിയുടെ നേരിട്ടുള്ള പരിഗണനയിലേക്ക് വന്നില്ലല്ലോ. അതിൽ കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇടത് സംഘടനകൾക്കും അതുപോലെ CPM നേതാക്കൾക്കും. മഞ്ജുഷ്, ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് നഗരേഷിന്റെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടായത്. ആ പരാമർശങ്ങളിലാണ് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇടത് അനുഭാവികൾ നേതാക്കളൊക്കെ ഇടപെടുകയാണ്. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധിയായ RS ശശികുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ RS ശശികുമാർ, എന്താണ് കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത്? രജിസ്ട്രാർ ഒരു തവണ സസ്പെൻഷനിൽ പോകുന്നു, VC സസ്പെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സിൻഡിക്കേറ്റ് യോഗം
തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലറോട്. എങ്ങനെയാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദായത് എന്ന്. ശരിക്കും എന്താണ് ഇനിയിപ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ രജിസ്ട്രാർ എന്തു പറയും? ഞാൻ സസ്പെൻഷനിലല്ല എന്ന് പറയുമോ? അങ്ങനെ ഒരു നിയമ സാഹചര്യമാണോ നിലനിൽക്കുന്നത്? 88 വർഷം പഴക്കം ചെന്ന കേരള സർവകലാശാലയിൽ നടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. വാസ്തവത്തിൽ ഈ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം ഒരിക്കലും സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന ഡോക്ടർ സിസ തോമസിന്റെ തീരുമാനം വളരെ ശരിയാണ്. പക്ഷേ അതിനുശേഷം അവര് യോഗം ചേർന്നു എന്ന് പറയുന്നു. ഇങ്ങനെ യോഗം ചേരാൻ ആർക്കധികാരം? അങ്ങനെ യോഗം ചേരുവാണെങ്കിൽ AK സെന്ററിൽ നാളെ യോഗം ചേർന്നിട്ട് സിൻഡിക്കേറ്റ് തീരുമാനം എന്ന് പറയാമല്ലോ. അങ്ങനെ കൂടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ സസ്പെൻഷൻ നിൽക്കുന്ന കോടതിയുടെ പരിഗണിക്കുന്ന കേസിരിക്കുന്ന രജിസ്ട്രാർ ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇത് ശുദ്ധ വിവരക്കേടാണ്. എന്തായാലും ഒരു കാര്യം പറയാം, കേരള സർവകലാശാല ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണ്ടാ സംഘമാണ്. സിൻഡിക്കേറ്റിലെ ക്രിമിനൽ സ്വഭാവമുള്ള 50ഓളം ക്രിമിനൽ കേസുകൾ പ്രതികളായ 2-3 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല. ആ സർവകലാശാല സിൻഡിക്കേറ്റിൽ അവിടെ നിയമപ്രകാരം കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ എടുത്തേക്കുന്ന ഈ തീരുമാനങ്ങൾ യാതൊരു കാരണവശാലും കോടതി അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോടതിയെ ധിക്കരിക്കലാണ് എന്ന നിലപാടിലേക്ക് കോടതി പോകുവാനുള്ള സാധ്യതയുമുണ്ടല്ലേ? കാരണം കോടതി പരിഗണിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ തിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചു. അതെ, ഇന്ന് 11:30 മണിക്കാണ് കേസ് എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വൈസ് ചാൻസലറുടെ അഡ്വക്കേറ്റ്, യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റിനെ അല്ല, പ്രത്യേക അഡ്വക്കേറ്റിനെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയാണ്. അദ്ദേഹം കോടതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ടുകേൾവിയുള്ളതാണോ? ഇത് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലേ? അക്കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണ്ടേ? അപ്പൊ തികഞ്ഞ അനാർക്കി സർവകലാശാല ഉണ്ടാക്കി സർവകലാശാലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടി ഉദ്ദേശത്തോടുകൂടി അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് കുറെ ഹൂറിഗാൻസായിട്ടുള്ള സിൻഡിക്കേറ്റുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ തീരുമാനം ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകണം. ചാൻസലർ നിലയിൽ സർവകലാശാലയെ രക്ഷിക്കാൻ ഇപ്പോൾ ഗവർണർക്ക് മാത്രമേ പറ്റുള്ളൂ. ശക്തമായ നടപടികൾ ഗവർണർക്ക് ഇപ്പോൾ അനധികൃതമായി ഇപ്പോൾ സർവകലാശാലയിൽ കയറിയിരിക്കുന്ന സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രജിസ്ട്രാറുടെ ഭാഗത്ത് ഒരു നടപടി വീണ്ടും ഉണ്ടാകണം. ഈ ജോയിന്റ് രജിസ്ട്രാർ ആയ ആളെ ഇമ്മീഡിയറ്റ് അവിടെ നിന്ന് സ്ഥലം മാറ്റണം. പുതിയ ആളിന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ ചാർജ് കൊടുക്കണം. അതിനുശേഷം കോടതി വിധി വരട്ടെ. കോടതി വിധിയിൽ ഗവർണറെ ധിക്കരിച്ചില്ല എന്നും ഗവർണർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്നും കോടതി വിധിക്കുകയാണെങ്കിൽ അനിൽകുമാറിന് രജിസ്ട്രാറായിട്ട് ജോയിൻ ചെയ്യാമല്ലോ. ഇപ്പോൾ ചെയ്തിരിക്കുന്ന മുഴുവനും തികഞ്ഞ ഹൂളിഗാനിസമാണ്. ഇത് യാതൊരു കാരണവശാലും കേരളത്തിലെ സർവകലാശാല അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഒരു അക്കാദമിക് പ്രവർത്തന നിലയിൽ എനിക്ക് ദുഃഖമുണ്ട് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് കേരള സർവകലാശാല എത്തിച്ചേരുന്നത്. ശരി, നന്ദി ശ്രീ R S ശശികുമാർ. എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് അതിനിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11:30 കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ചിലപ്പോൾ അല്പം കൂടി വൈകിയേക്കും. എന്നാലും എന്തായിരിക്കും കോടതി പറയാൻ പോകുന്നത്? ഇപ്പോൾ KS അനിൽകുമാർ രജിസ്ട്രാർ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇതേ അനിൽകുമാർ തന്നെയാണ് താൻ സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ അല്ലാത്തത് എന്ന ചോദ്യം കോടതി ഉന്നയിക്കുമ്പോൾ സിൻഡിക്കേറ്റ് യോഗമാണ് തന്നെ തിരിച്ചെടുത്തത് എന്ന് അനിൽകുമാർ പറയുമ്പോൾ, അനിൽകുമാറിന്റെ അഭിഭാഷകൻ പറയുമ്പോൾ കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. കാരണം നാടകീയമായ സംഭവങ്ങളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം